നമസ്കാരം. കഞ്ചാവ് കേസും പുലിപ്പല്ല് കേസും നേരിടുന്ന റാപ്പർ വേടൻ കൊച്ചി DCC ഓഫീസിലെത്തി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കണ്ടു. മോൻസൺ ബന്ധത്തിന്റെ പേരിൽ വിവാദത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകൻ സഹിൻ ആന്റണിയും ഒപ്പമുണ്ടായിരുന്നു. CPMവുമായി അടുപ്പം പുലർത്തിയിരുന്ന വേടൻ ഭരണമാറ്റം ആയതോടെയാണ് കോൺഗ്രസ് ഓഫീസിലെത്തിയത്. വേടൻ കൈവശം വെച്ചത് പുലിപ്പല്ല് തന്നെയാണെന്ന് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇതോടെ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് വേടനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കേസിൽ ഉടൻ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ് അധികൃതർ. ഈ ഘട്ടത്തിൽ തന്നെയാണ് വേടൻ DCC ഓഫീസിലെത്തി മുഹമ്മദ് ഷിയാസിനെ കണ്ടത്. മുഹമ്മദ് ഷിയാസ് സ്വന്തം ഫേസ്ബുക്ക് പേജിലാണ് വേടൻ എത്തുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വരവാണിതെന്ന സൂചനയുള്ള കമന്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. ഇന്നലെ വരെ വരാത്തവർ ഇന്ന് വരുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന കമന്റാണ് പോസ്റ്റിന് താഴെയുള്ളത്. പുലിപ്പല്ല് ആണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻപ് കേസ് വന്നപ്പോൾ വേടൻ ജാമ്യം നേടിയത്. പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ വേടൻ നിലവിൽ നിയമക്കുരുക്കിലാണ്. രക്ഷപ്പെടണമെങ്കിൽ ഭരണത്തിന്റെ തണൽ വേണം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് റാപ്പർ വേടന്റെ സന്ദർശനം ശ്രദ്ധിക്കപ്പെട്ടത്. പെൺകേസ് പോലെ എളുപ്പം ഊരിപ്പോരാവുന്ന കേസല്ലാത്തതിനാൽ വേടൻ പെടാനാണ് സാധ്യത. വനംവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ അന്ന് പുലിപ്പല്ല് ഒറിജിനലാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അധികൃതർ കാക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലീസ് പരിശോധനയാണ് വേടനെ കുടുക്കിയത്. വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ അന്ന് വേടൻ ഉൾപ്പെടെ 9 പേരെ 6 ഗ്രാം കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് തന്നെയാണ് വേടൻ പുലിപ്പല്ല് ധരിച്ചത് മനസ്സിലാക്കി ഇത് പോലീസ് പിടിച്ചെടുത്ത് വനം വകുപ്പിനെ ഏൽപ്പിച്ചത്. ഒരു ശ്രീലങ്കൻ ആരാധകൻ തനിക്ക് സമ്മാനിച്ചതാണ് ഈ പുലിപ്പല്ലെന്നാണ് വേടൻ പറഞ്ഞത്. എന്നാൽ ആരാണ് ഈ ശ്രീലങ്കൻ സന്ദർശകൻ എന്ന് ഇതേവരെ വ്യക്തമായിട്ടില്ല. വേടനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ നിലപാടിനെതിരെ അന്ന് രോഷം ഉയരുകയും ചെയ്തിരുന്നു.